പഞ്ച് ബ്രേക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഫിഷ് മോളി. നല്ല മോദ, ഒരു 10-15 പീസുണ്ട് ഇത്. അപ്പം ഇതിന് എന്ത് പുരട്ടണം, എന്തൊക്കെ അരപ്പ് പുരട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 5 നല്ല പച്ചമുളക്, ഒരു 10-12 വെളുത്തുള്ളി, ഒരു കഷ്ണം നല്ല ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ ഗരം മസാല. ഇവ അരച്ച് നമുക്ക് ഈ മീനിലേക്ക് പുരട്ടി കൊടുക്കാം. അത് ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിനുശേഷം നമുക്കതിനെ ഷാലോ ഫ്രൈ ചെയ്യണം. കറി ഉണ്ടാക്കാൻ വേണ്ടുന്നത് നമുക്ക് 3 വലിയ സവാള, ക്യാരറ്റ്, തൊണ്ടമുളക് ഇവ നല്ല രീതിയിൽ വരട്ടിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പൊടികള് മഞ്ഞള് കാൽ ടീസ്പൂണ്, അതുപോലെ ഗരം മസാല, ഇറച്ചിപ്പൊടി, ഇറച്ചിക്കൂട്ട് ഒരു 1.5 സ്പൂൺ, തക്കാളി കറി. അപ്പം 3 തക്കാളി നമ്മൾ എടുത്തു വെച്ചത് വട്ടം അരിഞ്ഞു വെച്ചേക്കാണ്. ഇനി ആ ഒരു തേങ്ങ തിരുമിയത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടു. 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് അരച്ച് പാലെടുക്കുന്നത്. ഓക്കെ, പച്ചമുളക് എല്ലാം പോയി അതുപോലെ വരട്ടിയെടുക്കുക മസാല. എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തക്കാളി എല്ലാം നിരത്തിയിടുക. ഇതിലേക്ക് വറുത്ത ഫിഷും നമ്മൾ ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തു വെച്ചല്ലോ, ഒരു സ്റ്റീൽ കപ്പ്, അതായത് 2 ഗ്ലാസ് വെള്ളം. അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2ാം പാൽ, പിന്നുള്ള 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ 1ാം പാല് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊഴിച്ചാണ് നമ്മൾ വാങ്ങുന്നത്. മീൻ വേവുന്നത് നമ്മൾ 10 മിനിറ്റ് തീ കൂട്ടിയിട്ടും 10 മിനിറ്റ് തീ കുറച്ചിട്ടതിന് ശേഷമാണ് തുറന്ന് ഈ 2ാം പാല് ഒഴിച്ചത്. അതൊന്ന് വെട്ടിത്തിളക്കട്ടെ. ഇളക്കിയും കൂടെ കൊടുക്കണം ഇടയ്ക്ക്, അതായത് മീൻ ഉടയാതെ ഇളക്കി കൊടുക്കണം. രണ്ടാം പാല് ഒരു ഇച്ചിരി പറ്റിയതിന് ശേഷം 1ാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നല്ല 1ാം പാലൊഴിച്ച് നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പ് പരുവാണോ എന്നൊന്ന് നോക്കിയേക്കാം. ഉപ്പ് പരുവാണ്. ഇനി നമ്മൾ തീ നിർത്താൻ പോവുകയാണ്. ഇനി ഇത് അടച്ച് വയ്ക്കുമ്പോഴത്തേനും ഒന്ന് കുറുകി റെഡി ആയിക്കോളും. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൂരിയുടെ കൂടെ കഴിക്കാം. എല്ലാം നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.